ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ആൽഗ്രാമോസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്നാറിലെ ടീ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഓൾറെഡി ഒരു ഫുൾ വീഡിയോ ആയിരുന്നു. നമ്മളത് ചെറുതാക്കി നേരെ ടീ മ്യൂസിയം പോകുന്നതും മൂന്നാർ ടൗണിലോട്ട് കറങ്ങുന്നതൊക്കെ 2 വീഡിയോ ആക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ചെന്ന് കയറുന്നത് മൂന്നാർ ടീ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ വലിയ ദൂരമില്ല മൂന്നാർ ടൗണിൽ നിന്നും മൂന്നാർ ഈ ടീ മ്യൂസിയത്തിലേക്ക്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. മൊത്തം നമുക്ക് ചുറ്റും ഇതുപോലെ തേയിലത്തോട്ടങ്ങളാണ്. അത്യാവശ്യം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മലയാളീസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളത് നേരെ കയറുകയാണ്. ടീ മ്യൂസിയം റിപ്പിൾ ടീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിപ്പിൾ ടീയുടെ ഒരു പഴയ ഒരു ടീ ഫാക്ടറിയാണ്. ഇവർ ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. ടീ ഫാക്ടറി വർക്കിംഗ് ആണ്. അത് അവർ ഒരു സൈഡ് കൊണ്ട് ഇതുപോലെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് വളരെ നല്ല രസമില്ല. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല തകർപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ദൈവമേ ഞെട്ടിപ്പിക്കും. നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിക്ക് മാന്, കാട്ടുപോത്ത്, അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളുടെയും തലയോട്ടിയും കൊമ്പുകളും എല്ലാം അവർ ശേഖരിച്ച് ഈ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത്, അതായത് ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഈ ഒരു ടീ ഫാക്ടറി എങ്ങനെ ഉണ്ടാക്കി, ഇവിടെ ഈ കാടുകൾ വെട്ടിത്തെളിച്ച് എങ്ങനെയാണ് തേയില വെച്ച് ഇത്ര ഇതായത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം.
അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷം, എത്ര വർഷമാണെന്ന് അറിഞ്ഞുകൂടാ, അത്രയും കാലം പഴക്കം. അതായത് ഈ നമ്മളുടെ ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന സമയം, ആ ഒരു സമയം ആണെന്ന് തോന്നുന്നു. അവരാണ് ഇതിൻ്റെ ഈ ഫോട്ടോയിലൊക്കെ ഒരുപാട് ബ്രിട്ടീഷുകാരന്മാരെ കാണുന്നുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി, അവരുടെ അണ്ടറിലായിരുന്നെന്ന് തോന്നുന്നു ഈ ഒരു ടീ ഫാക്ടറി. അവരവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല ഉപകരണങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ആ ഒരു മ്യൂസിയത്തിൻ്റെ ആ വാതിക്കൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കാണാത്ത, ഞാൻ ഇതുവരെ കാണാത്ത പല, ഇപ്പം നമ്മുടെ ഈ ടെലിഫോണൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ജനിച്ചു വന്ന് കണ്ടിരിക്കുന്ന ടെലിഫോണും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റഡ് ആയിരുന്നു. ഇത് പണ്ട് കാലത്തെ ടെലിഫോണുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാത്ത പല കാഴ്ചകളും നമുക്ക് ആ ഒരു സെക്ഷൻ, മീൻസ് വന്ന് കയറുന്ന ആ പൊസിഷൻ, ആ ഒരു റൂമിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഫാക്ടറിയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു മേളിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മേളിൽ ഇവിടെ ഈ ഫാക്ടറിയുടെ നമ്മുടെ ഈ തേയിലേനെ പറ്റി ആരോ എന്തോ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ നമുക്കത് നോക്കാം. How you are making green tea? One cup of water, one tea bag, green tea, and throw it out. Do you know how to use green tea? Green tea not 1 teaspoon. 1 teaspoon is for 1 day, not for 1 cup. Do you know what is this? This Chinese and Japanese tea bottle and water bottle. Without this bottle, you cannot see Chinese and Japanese in this world. There is a filter. They put 1 teaspoon of green tea and add warm water, not boiled water. Warm water, and they drink this water. When the water is finished, they refill the water. There is no 1 kilo green tea packets. Green tea is only 100 grams, and they will drink only 60 grams. You will finish within 1 week, and you won't drink green tea more than 30 days. BC 526, Assam tribal drinking tea. The Hindu mythology says this plant is made by Bodhidharma. 3rd century, Chinese or Japanese, after the death of Christ, after 300 years, Chinese or Japanese. But Japanese are very brainy fellows than Chinese. They made this tea as a powder form. That is sencha and matcha. You go to the net, sencha and matcha. That is powder form. Nobody will drink, only the Japanese. Even Chinese won't drink matcha tea, that much strong. And 1664, black tea became a popular drink in England. I only 1 tea plant in the world, that is in China. They crush this leaf and make black tea and give to you. They hold the whole world. They give you corona. You are playing with the corona last 1 year. They have gone for their work. They won't close the school, colleges, factories. They are in working. They know how to use this water. And British take seeds from China. 1812 Bengal, 1830 Assam, 1880 Mona. They taught our grandfather how to make tea and drink tea. Our grandfather know how to make tea. That is not black tea with the sugar and milk. They drink black tea with the jaggery and put you cut the chai with it. You only drink milk tea with the sugar and milk. And the cash of sugar, milk, sugar, cholesterol. Tea is a bush or a tree. തേയില ചെടിയാണോ മരമാണോ? തേയില ചെടിയാണോ മരമാണോ? Tree. It's a very big tree. Yes. You will know 40 to 80 meters. 3,200 years. 1,000-year-old.
You just open the Google app, selfie, WhatsApp and Facebook. Only 3 items you will do in that. Open the Google and search it easily. And you don't want to go to China. Abhiso Muna, to take the photo of that, that is 140-year-old. Ujambo tries, I go to do. Every 10 days we will take the top leaves so it won't grow. That is Akshay Patra. Every 10 days it is coming. And Sanjeevani. And what medicine is in this leaf? It has the medicinal oil. Open the Google, everything in the Google and search green tea or white tea. Your lifetime is not enough. On this paper, is at mom. This leaf is steamed and dried. Avil put it to work. Avila Pachapil put it to work. That is Sanjeevani. So Chinese made a trick to make money. They fooled the whole world. They crushed his leaf. All the medicine will come out and the Karamulu will do. And you buy 1 kilo, 400 rupees. They did 60 grams green tea, 60 rupees. And how to make green tea and how to drink green tea. This is Chinese tea bottle. Take 1 liter water, not 1 cup. Minimum 1 liter. First bubble comes switch off the gas. It needs only warm water, not boiled water. Or boil the water, cool down. Very light temperature. Put 1 teaspoon. Teaspoon is the ice cream spoon, not the tablespoon. Put 1 teaspoon, cover the lid for 5 minutes. The tea will settle down, not filtering. The tea must be there. Then only the medicine will release. And how to drink this water? After breakfast, after lunch, after dinner, after biscuit, snack, something you have to eat, not in the empty stomach. And if you drink more than 3 grams of green tea, you know what happened to your body. It is having rich vitamin K. Vitamin K is for blood clotting, like the cardiology. After 19 years, 120 micrograms. But daily vegetables you will get more than 120 micrograms. This is additional. When you take too much of green tea, within 15 days, your BP will come down. When your BP will come down, your weight will lose. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പാപ്പനായിരുന്നു. ആൾ നമ്മളോട് ഈ ഗ്രീൻ ടീ, അതായത് ഈ ചായകളുടെയും ഈ ഗ്രീൻ ടീയൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ അധികം നേരം അവിടെ നിന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ട് നേരെ നമ്മൾ താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ആ മെഷീൻസ്, അതായത് തേയില ഇല പറിച്ച് നമുക്ക് മെഷീനിലിട്ട് തേയിലയായിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 1, 2, 3, 4 കട്ടിങ്ങിൻ്റെ ഒരു മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസ് ഇതിപ്പോൾ 3 കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇടുന്ന തേയിലയുടെ ഇല നമ്മളിപ്പോൾ ചേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് 4ാമത്തെ കട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ബോക്സ് പോലത്തിനകത്ത് വന്നു.
അതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ല പൊടിയായിട്ടില്ല, പക്ഷേ നല്ല തേയിലയുടെ ആ ഒരു ഉണങ്ങിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ ആ ചേട്ടൻ കാണിച്ചു തന്നു എത്ര ഒരു 3-4 തരമായിട്ട് തിരിച്ചെടുക്കുക. ഇതിനകത്തിട്ട് അരിച്ചിതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം നല്ല സ്മെല്ല് ഉണ്ട്, നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പം അത് നേരെ ഈ ഒരു മെഷീനിലിട്ടിട്ട് അരിച്ചെടുക്കുവാണ്. അപ്പം ഒരു എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് അത് വീഴുന്നുണ്ട് കേട്ടോ. ആ അരിച്ച് വരുന്ന തേയില അതെനിക്ക് തോന്നുന്നു 5 തരമാണ്. അതിൽ ഇപ്പം നമുക്കത് കാണാനായിട്ട് പറ്റും. 5, 6, 7 തരത്തിലാണത് അരിച്ചു വരുന്നത്. അപ്പോൾ ഒരു 4-5 തരമായിട്ട് അരിച്ച് വീണ് ബക്കറ്റുകളിലേക്കാണ് മീൻസ് ഇത് അരിപ്പ കഴിഞ്ഞ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം 1, 2, 3, 4, 5, 6 തരത്തിൽ ഒരു ക്വാളിറ്റി മീൻസ് തരത്തിലുള്ള അരിച്ചിട്ടുള്ള തരിയായിട്ട് തേയില ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള തേയില ഇപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ കണ്ട തേയില ഇലയിൽ മീൻസ് അരച്ച് പൊടിച്ച് ഉണക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ക്വാളിറ്റികളാണ് ഡിഫറെൻറ്റ്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ. അപ്പോൾ അതിനകത്ത് വലിയ തരിയുണ്ട്, നമ്മൾ ഏറ്റവും ചെറിയ തരിയുണ്ട്, പിന്നെ ചെറിയ മീൻസ് ഇലയുടെ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിലുള്ള തരികളും എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങേ സൈഡിൽ നമ്മളിപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്ന ഒരു ബ്രൗൺ കണ്ടോ, ഒരു പൊടിയായിട്ടുള്ളത് ഈ കാണുന്നത് ആ ടീ എന്ന് എഴുതിയതിൻ്റെ അവിടുത്തെ ഫസ്റ്റ് ബോക്സിൽ തന്നെ കാണുന്നത്. അതായത് ഇപ്പം അത് നമ്മുടെ ഈ ഒരു തേയില എല്ലാം അരിച്ച് കഴിഞ്ഞിട്ടുള്ള മീൻസ് വേസ്റ്റാണ് ഈ കാണുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ തൊട്ട് കാണിച്ചത് അത് എല്ലാം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റാണ്. അപ്പം ഈ വേസ്റ്റ് മീൻസ് ഈ വേസ്റ്റ് നമ്മൾ ഓർത്തത്, അപ്പോൾ ഞാൻ ഓർത്ത് ഈ വേസ്റ്റ് ഇതിൻ്റെ തന്നെ മീൻസ് വളത്തിനോ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ അല്ല, ഇവർ ഈ വേസ്റ്റ് നേരെ നമ്മൾ പേപ്പർ നമ്മളൊക്കെ മീൻസ് ബുക്കിൽ കാണുന്ന പേപ്പറുകളില്ലേ, അങ്ങനെയുള്ള പേപ്പറുകൾ മീൻസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് തന്നെ വേസ്റ്റ് അവർ ഒന്നും കൂടെ അരച്ച് അതിനകത്തുനിന്നും കൂടെ ഉള്ള പൊടിയും കൂടെ എടുത്തതിന് ശേഷമാണ് നേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. അങ്ങോട്ടേക്ക് മീൻസ് വേസ്റ്റ് ഒരു ചാക്കിലോട്ട് അവർ നിറച്ചാണ് എടുക്കുന്നത്. അത് ഒന്നുകൂടെ അരച്ചിട്ട് ആ ചാക്കിലോട്ട് വരുന്നത് നമുക്കിനി യൂസ് ചെയ്യാവുന്ന തേയിലയായിട്ട് തന്നെ അപ്പുറത്തൊരു പാത്രം കണ്ടോ, അതിലേക്ക് വരുന്നതാണ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ്, അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പേപ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വേസ്റ്റാണ് അതിലേക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ തേയില ഫാക്ടറിയിലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് നമ്മുടെ ശേഖർ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് ശേഖർ എന്നാണ്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ടീ ഫാക്ടറിയിൽ കയറുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മീൻസ് നമുക്ക് കാണാൻ മാത്രമുണ്ട്, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും മൂന്നാർ വരുമ്പോഴത്തേക്കും ഈ ഒരു ടീ മ്യൂസിയത്തിലേക്ക് വരണം. റിപ്പിൾ ടീയുടെ ഒരു ടീ മ്യൂസിയമാണ്. അപ്പം എന്തായാലും എല്ലാവരും ഇവിടെ കാണാനായിട്ട് വരണം. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ തന്നെ ഇവർ തന്നെ എടുത്തിട്ടുള്ള പൊടി മീൻസ് തേയില, ഗ്രീൻ ടീ അങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാ ഡിഫറൻസും ഉണ്ട്. അപ്പം ഇവിടെ ഒരു ചായ കുടിക്കാം എന്നിങ്ങനെ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇത്രയും ഡിഫറൻസ് തരത്തിൽ 1, 2, 4, 6, 8, 10, 11 തരത്തിലുള്ള ഡിഫറൻറ്റ് ടീ നമുക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു
ടീ ഞാൻ ഓർഡർ ഒന്നല്ല, ഞങ്ങൾ 2 ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല ഞങ്ങൾക്കിവിടെ വേറെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഒരുപാട് ആ ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മീൻസ് ആ ചേട്ടൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നിർത്തി പറഞ്ഞ് തന്നു. മീൻസ് നമുക്കൊരാളൊരു അറിവ് നമുക്ക് പറഞ്ഞു തരുവാണ് അതിനെക്കുറിച്ച്. അപ്പം എനിക്കത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമായി. അപ്പം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊണ്ടാട്ടിക്ക് ഒരു ആഗ്രഹം, ഒരു തേയിലയുടെ തൈ മേടിച്ചുകൊണ്ട് പോകാം, വീട്ടിൽ കൊണ്ട് വെച്ച് നോക്കാം, കിളുക്കണമെങ്കിൽ കിളുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്ത് നോക്കാം അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തേയിലയുടെ തൈ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വീട്ടിൽ വെച്ച് തേയില നുള്ളാനോ വേണ്ടിയിട്ടൊന്നുമല്ല. തേയില മീൻസ് ഒരു ചെടിയല്ല, അത് നമ്മുടെ ഒരു വലിയൊരു മരമാണ്, ഒരു വൃക്ഷമാണ് തേയില എന്നുള്ളത്. അപ്പം തേയില ചെടിയായിട്ട് ഇരിക്കുന്നൊരു കുഞ്ഞ് ഇതല്ല, അപ്പം ഒരു വലിയ വൃക്ഷമാണ്. അപ്പം നമുക്കൊരു വീട്ടിൽ നമുക്കിത് പിടിച്ചു വന്നാലും നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ തേയില മരം ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരെണ്ണം, അപ്പം നമ്മുടെ നാട്ടിൽ ഇത് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല, അപ്പം നമ്മൾ വെച്ച് നോക്കാമെന്ന് ഓർത്തു. അപ്പം അവളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു തൈ അവിടുന്ന് വാങ്ങുവാണ്. പതിയെ അതെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞങ്ങളിപ്പോൾ തിരിച്ചിപ്പോൾ നമ്മുടെ മൂന്നാർ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വരുന്നതൊന്നും അങ്ങ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഇവിടെ സൈഡിലൊന്ന് പാർക്ക് ചെയ്തു. അത്യാവശ്യം തിരക്കുണ്ട് ടൗണിൽ. അപ്പം വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാമെന്ന് ഓർത്തു. പിന്നെ മൂന്നാർ ടൗണ് ഒന്ന് കയറി കാണാം, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് എന്നൊക്കെ പോലെ നമ്മൾ നേരെ മൂന്നാർ ടൗണിലും കൂടെ ഒന്ന് കയറുവാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് കണ്ടാലോ. അപ്പം ഷോപ്പുകളൊക്കെ ഓൾമോസ്റ്റ് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് ഡ്രസ്സ്, ഹോട്ടൽ അങ്ങനെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതിലിപ്പം തിരക്ക് കുറഞ്ഞൊരു കടയിൽ നിന്ന് കയറി കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് ഇങ്ങനെ ആലോചിക്കണു. അപ്പം കാഴ്ചകളേക്ക് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ ഒരു നടപ്പാത, മീൻസ് നടന്നു പോകുന്നൊരു പാലം, ഒരു ആറിന് കുറുകെ അപ്പുറത്ത് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആറിന് കുറുകെയുള്ളൊരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നമ്മൾ നടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള പാലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി, അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടുത്തെ ചേച്ചിയോട് ചോദിക്കണം എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ക്വാളിറ്റി മീൻസ് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പം ഞങ്ങൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇങ്ങനെ വാങ്ങാമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, മീൻസ് ജെല്ലി ടൈപ്പ് ഉണ്ട്, ഒരുപാടുണ്ട്, വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർ സൂക്ഷിക്കുക, പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ചോക്ലേറ്റ്സ് ഒക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ വാങ്ങിയ ഈ കാണുന്ന ഒരു കടയിൽ നിന്നാണ്. അപ്പം നമുക്ക് ഈ കട ഒരു മീൻസ് നല്ലൊരു സർവീസായിരുന്നു അവരുടെ. സെയിൽസിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 6:30. ഇനിയിപ്പോൾ അങ്ങ് കയറുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നാളെ മീൻസ് മാട്ടുപ്പെട്ടി സൈഡ്, പിന്നെ ആ ഒരു സൈഡ് പോകണമെന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ മറയൂരൊന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ നേരെ രാവിലെ മറയൂർക്ക് വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ചീത്ത ആയിക്കോട്ടെ നല്ല ആയിക്കോട്ടെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.